ഇച്ചായനൊരു പ്രത്യേക തരം സ്വഭാവമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ കിടന്നുറങ്ങുമോ അപ്പൊ ഹി മേക്ക് ഷുവർ ഇച്ചായൻ എണീക്കുമ്പോൾ എന്നെ എണീപ്പിക്കാൻ കറക്റ്റായിട്ട് ഒരു പ്രത്യേക തരം കഴിവുണ്ട്. എന്തോ ഞാനിപ്പോ എന്ത് ചെയ്യുന്ന നീ പറയണത്? എന്റെ ഇത് എപ്പോഴും ഞാൻ കിടന്നുറങ്ങുമ്പോഴത്തേക്കും റിഗാർഡ്ലെസ് ഓഫ് എപ്പോൾ ഞാൻ കിടന്നാലും എന്നിട്ട് മക്കളെ ചായ വേണം, ചായ വേണ്ട, അല്ലെ ചായ ഒഴിച്ച് കൊണ്ടുവന്ന് സൈഡിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ചായ എടുക്കാണ്ട് അവിടെ വെച്ചിട്ട് അപ്പൊ ചായ കുടിച്ചിട്ട് ഞാൻ എന്തായാലും ഇപ്പൊ ചായ അപ്പൊ ചായ വേണം അല്ലെങ്കിൽ ചായ വേണ്ടേ? അങ്ങനല്ല ഞാൻ പറഞ്ഞത് നിനക്ക് ചായ വേണോ എന്ന് ഞാൻ ചോദിച്ചു. നില്ല് കേക്ക്, നിനക്ക് ചായ വേണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഉറങ്ങണം, എനിക്ക് കുറച്ച് നേരം കൂടെ ഉറങ്ങണമെന്ന്. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഒരു കാര്യം, നീ കുറച്ചു നേരം കൂടെ ഉറങ്ങും, എനിക്ക് ഞാൻ അപ്പോഴത്തേക്കും ചായ ഇട്ടിട്ട് വരാം. അപ്പം ഞാൻ ആ ചായ ഇടുന്ന സമയം നിനക്ക് കുറച്ചു നേരം കിട്ടൂലേ ഉറങ്ങാൻ എന്ന് പറഞ്ഞപ്പോ നീ എന്നെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞപ്പോഴേ ചായ ഇടുന്നാണോ വേണ്ടെന്നാണോ മനസ്സിലാക്കരുത്. അല്ല, കാരണം ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് പോയിത്താ എന്നാണോ അതോ എനിക്ക് ചായ വേണം നീ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മന്ന് വെച്ചാൽ ചായ വേണോന്നാണോ വേണ്ടെന്നാണോ? അപ്പൊ അതില്ല. അപ്പൊ നീ പറഞ്ഞ് പിന്നെ ഊന്ന് വന്നു. അപ്പൊ ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം, അത്ര നേരം നീ കിടന്ന് ഉറങ്ങിക്കോ, എന്നിട്ട് അപ്പൊ ഞാൻ വരുമ്പോ എണീറ്റ് ചായ കുടിച്ചോ. അപ്പൊ നീ പിന്നെയും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റീകൺഫേം ചെയ്ത് അപ്പൊ ചായ വേണമല്ലോ, അപ്പൊ ഞാൻ പോയി ചായ ഇട്ടിട്ട് വരട്ടെ, അപ്പഴത്തേക്ക് നീ കുടിക്കുമല്ലോ അല്ലേ? അപ്പൊ പോയി ചാവടാ ചായ. അത് മാത്രോ, അത് കഴിഞ്ഞിട്ട് ചായ ഇട്ടിട്ട് വന്നിട്ട് ഐ വാസ് സ്ലീപ്പിംഗ്. എന്നിട്ട് എനിക്ക് നല്ല ബോധമില്ലാതെ ഞാൻ ഫൈനലി ഒന്ന് കിടന്ന് ഉറങ്ങുന്നു. അപ്പോഴത്തേക്ക് ആ ചായ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടേ, അല്ല ചായ ഇപ്പൊ കുടിക്കണേ, അല്ല ചായ ചൂട് കുറഞ്ഞ് ചായ എന്നെ തണുത്ത്. എന്നിട്ട് എനിക്ക് ഉറക്കം ഇല്ലാണ്ട് ഞാൻ ബോധം കെട്ടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ചായ ഇപ്പൊ അടപ്പ് വെച്ച് അടയ്ക്കണോ? ചായ ഇല്ലെങ്കിൽ 100 പ്രാവശ്യം ചായ ചായ ചായ. ആൻഡ് യു മേക്ക് ഷുവർ ഞാനിങ്ങനെ കണ്ണ് തുറന്ന് എണീക്കണ വരെ യു വിൽ ടോക്ക്. ഇവളൊക്കെ ഉണ്ടല്ലോ എന്തിലിട്ട് അടിക്കണം. അതായത് പോത്ത് പോലെ വളയി വിട്ട് കിടന്ന് ഉറങ്ങണം ഇവളെ പോലുള്ള ഭാര്യമാർക്ക്, എന്നെ പോലുള്ള കപ്പക്കിഴക്കൻ ഭർത്താക്കന്മാര് വേലക്കാരികളെ പോലെ പോയി ചായ അങ്ങോട്ട് ചോദിച്ചു ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ അണ്ണാക്കിലോട്ട് ഊത്തി കൊടുത്തപ്പോ അതും പ്രശ്നം. ഇത് കാണുന്നുണ്ടോ ഭർത്താക്കന്മാര്? ഒരിക്കലും ചായ ഇട്ട് കൊടുക്കരുത്, ഇതുങ്ങൾക്ക് അനുഭവിക്കണം. എന്ത് ഞാൻ ചായ ഇട്ടപ്പോ നിനക്ക് പുച്ഛം? ആര് ചായ ഞാനിപ്പോ ചായ ചോദിച്ച ഐ വാസ് ട്രൈയിങ് ടു സ്ലീപ്. ഇച്ചായൻ എപ്പോഴും ഇത് ചെയ്യുന്ന, ഇച്ചായൻ എപ്പോഴൊക്കെ നേരത്തെ എണീക്ക് എന്നെ ഉണർത്തണം. എന്നിട്ട് ഞാൻ ഉണർന്ന് കണ്ണ് തുറക്കുന്ന നേരം വിളിക്ക്, ഞാനിപ്പോ ചായ ഇടാൻ പോകുന്നുണ്ടേ, മമ്മിനും ഡാഡിനും ചായ ഇടുവാണ്, നിനക്ക് വേണോ ചായ? ഞാനില്ല എനിക്ക് വേണ്ട. പിന്നെയും വിളിക്കും, ഉറപ്പാണ് ചായ വേണ്ടല്ലോ. എന്തൊരു കഷ്ടമാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ പറയണെന്നറിയോ, നന്ദി കെട്ട നായകൾ. നന്ദി കെട്ട നായകൾ എന്നിങ്ങനെ ആയിരിക്കും. ഞാൻ അങ്ങോട്ട് ചെന്ന് ചായ വേണോന്ന് ചോദിച്ച് ഈ തീട്ടപ്പുഴുവിന് ചായ ഇട്ട് കൊടുത്ത് എന്നെ അടിക്കണം. അടിച്ച് ഇതാണ് ഈ വേലക്കാരി. ആരെങ്കിലും രക്ഷിക്കും, ഈ പീഡനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും.